അതെ. കേരളത്തെയും സിനിമാ മേഖലയും ആദ്യം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ്. 2017 ഫെബ്രുവരി 17-ന് ഓടുന്ന വാഹനത്തിൽ വെച്ചാണ് നടി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. കേസിന്റെ തുടക്കം മുതൽ കുറ്റാരോപിതനായിരുന്നു നടൻ ദിലീപ്. ദിലീപിന് നടിയോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ ഗൂഢാലോചന നടത്തി കൃത്യം നടത്തി എന്ന ആരോപണം ഉണ്ടായിരുന്നു. കൂടാതെ നടി ആക്രമിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ അമ്മ സംഘടന ഒത്തുകൂടിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മഞ്ജു പറഞ്ഞ വാക്കുകളും ദിലീപിലേക്ക് തിരിവായി മാറി. സംഭവത്തിന് പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു വരെ ആരും തന്നെ സംശയം പറഞ്ഞിരുന്നു. ദിലീപും കാവ്യയും തമ്മിൽ ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് അതിജീവിത മഞ്ജു വാര്യരെ അറിയിച്ചതിൽ ഇരുവർക്കും യുവതിയോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന ആരോപണം ഉയർന്നു. കൂടാതെ കേസിൽ മുഖ്യപ്രതിയായിരുന്ന പൾസർ സുനി ഒരു സ്ത്രീധന ക്വട്ടേഷൻ എന്ന പരാമർശം നടത്തിയതും ദിലീപിലേക്ക് കൂടുതൽ സംശയങ്ങൾ സൃഷ്ടിച്ചു. നീണ്ട 8 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ദിലീപ് കുറ്റവിമുക്തൻ ആണെന്ന് വിചാരണ കോടതി വിധി പറഞ്ഞു. പിന്നാലെ മാധ്യമങ്ങളെ കണ്ട നടൻ ഇത് മഞ്ജു വാര്യർ പോലീസ് ഉദ്യോഗസ്ഥരും ചില മാധ്യമപ്രവർത്തകരും ചേർന്ന് കെട്ടിച്ചമച്ച കേസാണെന്ന് പ്രതികരിച്ചു. കൂടാതെ തന്നെ ഈ മോശം സമയത്ത് ഒപ്പം നിന്നവർക്ക് ദിലീപ് മാധ്യമങ്ങളെ കണ്ട ഉടൻ തന്നെ നന്ദി അറിയിച്ചു. ഇപ്പോഴിതാ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ തനിക്കുണ്ടായ ജീവിതത്തിലെ ദുരിതാനുഭവങ്ങളുടെ മോശം അവസ്ഥയെക്കുറിച്ച് തുറന്നു പറയുകയാണ് ദിലീപ്. തലയ്ക്ക് അടി കിട്ടിയത് ഒന്നും മനസ്സിലാകാത്ത അവസ്ഥയിലായിരുന്നു ഇത്രയും നാൾ താനെന്നും ഞാനൊരു നടനാണെന്ന് പോലും ഈ കണ്ട കാലത്ത് മറന്നുപോയെന്നും പറയുന്നു. ദിലീപിന്റെ വാക്കുകൾ ഇങ്ങനെ: കഴിഞ്ഞ കുറച്ചു കാലം ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ കണ്ടതാണ്. കോടതി വരാന്തകളും കേസും പോലീസും എല്ലാമായി ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് ഇങ്ങനെ പോയി നിൽക്കുമ്പോൾ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലും എനിക്ക് മനസ്സിലായിരുന്നില്ല. ശരിക്കും ഞാൻ ഒരു നടൻ ആണെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയി. പിന്നീട് ഞാൻ എന്നെ തന്നെ പറഞ്ഞു മനസ്സിലാക്കുകയായിരുന്നു ഞാനൊരു നടൻ, ഇതായിരുന്നു എൻ്റെ ജോലി എന്നൊക്കെ. അതിന് ഞാൻ ആദ്യം ചെയ്തത് ഒരുപാട് സിനിമകൾ ഇരുന്ന് കാണുമായിരുന്നു. എന്നിൽ ഒരു നടൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്തെങ്കിലും അഭിനയിക്കാൻ മോഹമുണ്ടാകണം. ഒരാളുടെ സിനിമയല്ല, എല്ലാ സിനിമകളും ഇരുന്ന് കാണും. ഒരുപാട് സമയമെടുത്ത് തന്നിലെ അഭിനയമോഹം വീണ്ടെടുത്തു. തലയ്ക്ക് അടി കിട്ടിയിട്ട് ഒന്നും മനസ്സിലാകാതെ നിൽക്കുന്ന ഒരവസ്ഥ. ശേഷം ഞാൻ അഭിനയിച്ച സിനിമകൾ ഇരുന്ന് കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെ കണ്ട് എനിക്ക് ചിരിയും സന്തോഷവും ഒക്കെ വന്നു. ശാന്തപുട്ട്, മാഹിറാമണി, 2 കൺട്രീസ്, മൈ ബോസ് അങ്ങനെ എല്ലാ സിനിമകളും ഇരുന്ന് കണ്ടു. 2 വർഷത്തോളം ഞാൻ അഭിനയിച്ചില്ല. എല്ലാം തീർന്നിട്ട് നോക്കാം എന്ന മനസ്സായിരുന്നു. പിന്നെ എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ സിനിമ ചെയ്യണം എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് എനിക്ക് സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരാൻ സാധിച്ചത്. ഞാനിവിടെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരും ഇവിടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് എന്ന് ദിലീപ് ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചത്.